Hi dears, welcome back to our family. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തിലെ വീഡിയോ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിതുപോലെ നാട്ടിൽ നിന്ന് രണ്ടുപേർ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് ഞാൻ നാട്ടിൽ നിന്ന് കുറച്ച് ഐറ്റംസൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നുണ്ട് എന്ന്. സോ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഒരുപാട് ലെങ്തൊന്നും ഇല്ല എന്ന് തോന്നുന്നു. ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് സമയമായി കേട്ടോ. ഇപ്പോഴാണ് പക്ഷേ പോസ്റ്റ് ചെയ്യാൻ പറ്റിയത്. സത്യത്തിൽ ഞാൻ എഡിറ്റ് ചെയ്തില്ല ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ടൈമിലും. ഇനി എഡിറ്റ് ചെയ്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അൺബോക്സിങ് കാണാം. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് വരുന്ന പെട്ടികൾ, ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്, ഗോഗു കൊണ്ടുവന്നിട്ടുള്ളത്, അങ്ങനെയുള്ള പെട്ടികൾ അൺബോക്സിങ് ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മൾ പെട്ടിയൊക്കെ പൊട്ടിക്കുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ഇവർ എത്തിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ എയർപോർട്ടിൽ പോയിട്ട് എടുത്തുകൊണ്ട് വന്നായിരുന്നു കേട്ടോ. ഇത് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒത്തിരി വാല്യബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. നമ്മൾ വെച്ച് താമസിപ്പിക്കുന്നത് വെച്ച് പിന്നെ അവർക്കും റൂമിലൊക്കെ നിൽക്കാനുള്ള സ്ഥലം കുറവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കുമല്ലോ. അതുകൊണ്ടിട്ട് നമ്മളിപ്പോൾ എടുത്തിട്ട് വന്നത്. എൻ്റെ ശിവ രാവിലെ ഉറക്കം വേണ്ടി ഞങ്ങൾ ഒരു 4:50 ആയപ്പോഴത്തേന് എയർപോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേന് തിരിച്ചു വന്നു. കാശിക്കുട്ടിനെ കൊണ്ടിട്ടാണ് പോയത്, ശിവ ബിബീനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പെട്ടിയൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഞാൻ കാര്യം ആദ്യമായിട്ടാണ് എനിക്ക് നാട്ടിൽ നിന്നൊരു പെട്ടി ഇങ്ങനെ പൊട്ടിക്കാൻ കിട്ടുന്നത്. നോർമലി ഞാൻ പറഞ്ഞ കണക്ക് നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള പെട്ടികളൊക്കെ കാണും, അതിനകത്ത് എന്തൊക്കെ സാധനങ്ങളായിരിക്കും എന്നറിയാമല്ലോ. ആക്ച്വലി ഈ പെട്ടി നിറച്ച് എൻ്റെ ഡ്രസ്സുകളും പിന്നെ കഴിക്കാനുള്ള ഫുഡ് ഐറ്റംസും ഒക്കെയാണ് കേട്ടോ. കാര്യം എൻ്റെ കയ്യിൽ ഒരുപാട് ഡ്രസ്സ് ഇരിപ്പുണ്ട് ഇവിടെ. പക്ഷേ എങ്കിൽ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സാധാരണ ഇവിടെ യു എയിൽ വന്നിട്ട് പോകുമ്പം കൊണ്ടുവരുന്ന ഡ്രസ്സെല്ലാം ഇവിടെ വെച്ചിട്ട് പോകും. എന്നിട്ട് ഇപ്രാവശ്യം വന്നപ്പോഴേ ഞങ്ങൾക്ക് കുറച്ച് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരു എക്സ്പയറി കഴിയാറായി എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. പിന്നെന്താ പറയുക, ഞാനീ പറഞ്ഞ കണക്ക് മുന്നേ കൊണ്ടുവച്ചിട്ടുള്ള ഡ്രസ്സുകളാണ് ഇരിക്കുന്നത്. ഇങ്ങോട്ട് വന്ന സമയത്ത് നമുക്ക് ആ ഒരു ഇതില്ലായിരുന്നു, ഇവിടെ നിൽക്കണം അല്ലെങ്കിൽ സ്റ്റേ ചെയ്യും അങ്ങനൊരു മൈൻഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. വിസിറ്റിൽ വന്നു 2 മാസം കഴിയുമ്പോൾ തിരിച്ചു പോകും. അപ്പോൾ അതനുസരിച്ചുള്ള ഐറ്റംസേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ പെട്ടി നിറച്ച് എൻ്റെ സാധനങ്ങളാണ്. ഇനിയിപ്പോൾ ഞാൻ നാട്ടിലേക്ക് പോകുന്നില്ല എന്ന് വിചാരിച്ചേക്കാം. അല്ലെങ്കിൽ ഞാൻ മടുത്തു നാട്. എനിക്ക് മുന്നേ നാട്ടിൽ നിൽക്കാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു കേട്ടോ. എൻ്റെ കല്യാണാലോചന നടന്ന ടൈമിലേക്ക് ഞാൻ വീട്ടിൽ പറയുമായിരുന്നു, എനിക്ക് ഒരു ഗൾഫുകാരനെ മതി, എനിക്ക് ഈ നാട്ടിൽ നിൽക്കാൻ, എനിക്ക് ഗൾഫ് എന്നൊന്നുമില്ല, എനിക്ക് അബ്രോഡുള്ള ആരെങ്കിലും മതി, ഇന്ന കൺട്രി എന്നൊന്നുമില്ല, എനിക്ക് ഇന്ത്യ വേണ്ട എന്നായിരുന്നു. ഇന്ത്യ വേണ്ടെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യം വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, ബട്ട് എനിക്ക് പുറത്ത് പോയി സെറ്റിൽഡ് ആകണം എന്നൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നു. അതുകൊണ്ടിട്ടായിരുന്നു അങ്ങനെ പറയുന്നത്. ഞാൻ എഡിറ്റ് ചെയ്യാം. പോയടാ എഡിറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഞാൻ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ പ്രൊപ്പോസൽസൊക്കെ വരുന്ന ടൈമിൽ ഇങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. എനിക്ക് നാട്ടിലേക്ക് അന്നേ താല്പര്യമില്ല, ചെറുതിലേ താല്പര്യമില്ല കേട്ടോ. അമ്മ പുറത്തായിരുന്നു, അതുകൊണ്ടിട്ട് എനിക്ക് വരണം ഇങ്ങനെ വരണമെന്നായിരുന്നു. പക്ഷേ എൻ്റെ അനിയത്തിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ഇവിടെ നിൽക്കാനായിട്ട് തീരെ താല്പര്യമില്ല. അവൾക്ക് ഇങ്ങോട്ട് വരികയേ വേണ്ട. ആ മാല ശിവയ്ക്ക് ഇപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നേ കേട്ടോ. ഇത് ശിവ ജനിക്കുന്നതിന് മുമ്പ് അമ്മ ഇവിടെ എടുത്ത് വെച്ചിരുന്നിട്ട് ശിവ ജനിച്ചപ്പം ഗോകുവിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ നാട്ടിലിരിക്കുമായിരുന്നു, പണയത്തിലിരിക്കുമായിരുന്നു. ഞാൻ ഈ പണയത്തിൻ്റെ അതിൽ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയരുതെന്ന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെ പറയരുത്, നമ്മൾ ഇതൊക്കെ പണയം വെച്ചിട്ട് ഇങ്ങനെ പറയാൻ പാടില്ല. പക്ഷേ എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, ഞാനിങ്ങനെയാണ്. പക്ഷെ മാറ്റമുണ്ടാവും. ഞാൻ പറഞ്ഞ കണക്ക് നമുക്ക് അധ്വാനിക്കാൻ മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ, എപ്പോഴും ഞാൻ പറയാനുള്ള കാര്യമാണ്, ഈ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ നമുക്കുണ്ടാവും. സത്യമുള്ള കാര്യമാണ്, സത്യമുള്ള മണ്ണാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അതിപ്പം മനസ്സിലാവുന്നുണ്ട്. നമുക്ക് തോന്നണം, നമുക്ക് അധ്വാനിക്കണം എന്ന് നമുക്ക് തോന്നണം, അത്രയേ ഉള്ളൂ. പിന്നെ ഫസ്റ്റ് പെട്ടിക്കകത്ത് എടുത്തത് ബേബീൻ്റെ ഒരു ഇതായിരുന്നു, ക്രേഡിലായിരുന്നു കേട്ടോ. തൊട്ടിലെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേണ്ട ചിപ്സ് ഉണ്ട്, മിക്സ്ചറുണ്ട്. ഇതെനിക്ക് സ്പെഷ്യലായിട്ട് കൊടുത്തിട്ട് എൻ്റെ ചേച്ചിക്ക് 1000 നന്ദി ഞാൻ അറിയിക്കുകയാണ്. വീഡിയോ എന്തെങ്കിലും കാണുമെന്ന് എനിക്കറിയാമല്ലോ, അതുകൊണ്ടിട്ട്. പിന്നെ ആ ഡ്രസ്സൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പുതിയതൊന്നും അല്ല കേട്ടോ, എല്ലാം പഴയത് തന്നെയാണ്. ഞാൻ നാട്ടിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ മിക്കവാറും ഉള്ളതൊക്കെ വെച്ച് ഞാൻ ഡെലിവറിക്ക് മുന്നേ ഉള്ളതാണ്. ഇതൊക്കെ എനിക്ക് ചെറുതാണ്, അതുകൊണ്ടിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ കൊണ്ടുവരാണ്ടിരുന്നത്. ഇതെനിക്ക് കൊളാബിൽ വന്നിട്ടുണ്ട്, ഒരു കോഡ് സെറ്റാണ്. അതാണ് ഞാൻ ആദ്യമേ ഇൻട്രോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ റെഡ് നല്ലതായിരുന്നു കേട്ടോ. ഐറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുട്ടിക്ക് നിന്നായിരുന്നു എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ഒരു ഓണത്തിൻ്റെ ടൈമിൽ ഒരു ഗീവ് അവേ കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്നേരം ആ കുട്ടിക്ക് ഒരു ബ്ലൂ കളറിലുള്ള കോഡ് സെറ്റ് കൊടുത്തത് ഈ ഐറ എന്ന് പറയുന്ന പേജിൽ നിന്നാണ്. അവരെടുത്ത് ഒരുപാട് അഫോർഡബിൾ റേറ്റിന് നല്ല ഡ്രസ്സുകളുണ്ട്. ഞാൻ വേണമെങ്കിൽ അവരുടെ പേജ് മെൻഷൻ ചെയ്തേക്കാം. അമ്മയൊക്കെ വേണ്ടേ
ജാക്കറ്റിൻ്റെ അകത്തായിട്ടുണ്ട്. കാര്യം നല്ല തണുപ്പാണ് കേട്ടോ. ഒരു രക്ഷയില്ല. രാവിലെയും രാത്രിയിലും ഒക്കെ നല്ല തണുപ്പ് തന്നെയാണ്. പിന്നെ ഈ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അച്ചാറുകളാണോ അത് പൊടികളാണോ എന്നെനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇത് പിന്നെ ബേബീസിനുള്ള മുണ്ടും അമ്മയ്ക്കുള്ള ലെഗിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മേടിച്ച് കൊടുത്തു വിട്ടാണ് കേട്ടോ. കുഞ്ഞിൻ്റെ ശിവയുടെ ചോറുകൊടുപ്പാണ് 25-ാം തീയതി, അതായത് ക്രിസ്മസിൻ്റെ അന്ന് ശിവയുടെ ചോറുകൊടുപ്പാണ്. അപ്പോൾ അതിനിടാൻ വേണ്ടിയിട്ട് പിള്ളേർക്ക് മുണ്ടില്ലായിരുന്നു. ഞാൻ ശിവയ്ക്ക് ഇവിടെ ചോറ് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ ഒരെണ്ണം മേടിച്ചു. വേണ്ടേ ഉണക്കമീൻ, ഇത് മെയിൻ ഐറ്റമാണ് കേട്ടോ. ഇവിടെ നമ്മൾ പഴങ്കഞ്ഞി കൊടുക്കും. നമ്മുടെ ഹോട്ടലിൽ പഴങ്കഞ്ഞി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പേര് കൊടുക്കാൻ വേണ്ടിയിട്ട്, പേരല്ല അതിന് കോമ്പിനേഷൻ അല്ല സൈഡ് ഡിഷായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉണക്കമീൻ വരുത്തിയിട്ടുള്ളത്. ഇവിടെ അങ്ങനെ കിട്ടിയാൽ അത്ര ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ഉണ്ട്, മസാലപ്പൊടി ഉണ്ട്. അത് ഇതാണ് മറ്റേ പനങ്കൽക്കുണ്ട്. അത് നമ്മുടെ ശിവയ്ക്ക് കുറുക്കിൻ്റെ അകത്ത് ഇടാൻ വേണ്ടിയിട്ട് വരുത്തിയതാണ് കേട്ടോ. തീരുമ്പോഴത്തേനും അടുത്തത് വരുത്തണം. പിന്നെ ഇതിൻ്റെ അകത്ത് മെയിനായിട്ടൊരു ഐറ്റം ഉണ്ടാകും. അതുകൊണ്ടാണ് ഇപ്പം തന്നെ ഞാൻ പെട്ടി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത്. കാര്യം പൊതിച്ചോറ് ചീത്തയാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ ഈ പെട്ടി നിറച്ച് ഞാൻ ഈ പറഞ്ഞ കണക്ക് എൻ്റെ ഈ ഡ്രസ്സ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആയിരുന്നു. ഇത് കറിവേപ്പില. നമ്മുടെ വീട്ടിൽ എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം, നമ്മുടെ വീടിൻ്റെ ബാക്കിൽ ഈ കറിവേപ്പുണ്ട്. അപ്പോൾ അത് പറിച്ച് കൊടുത്തുവിടാൻ പറഞ്ഞു. അതാണ് കേട്ടോ അതേ ഇത്. വീട് മിസ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എന്നാലും ഞാൻ പോവില്ല, എന്നെ തല്ലിക്കൊന്നാലും ഞാൻ പോയി. ഇതിൻ്റെ അകത്ത് ഈ വലിയ ഈ കുപ്പിയാണ് കേട്ടോ. അത് രസമായിരുന്നു. അത് ഞാൻ വീട്ടിൽ വിളിച്ച് പ്രത്യേകം പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ച് കൊടുത്തു വിട്ടാണ്. ഇപ്പോഴും എൻ്റെ ഫ്രിഡ്ജിൽ ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട് കഴിച്ചതിന് ശേഷം. കാര്യം ഇവിടെ രസം വെക്കും. അമ്മ വയ്ക്കുന്ന രസത്തിന് വേറൊരു ടേസ്റ്റാണ്, ഹോട്ടലിൽ വെക്കുന്ന രസത്തിന് വേറൊരു ടേസ്റ്റാണ്. എനിക്ക് എൻ്റെ വീട്ടിൽ വല്യമ്മച്ചിയൊക്കെ ഉണ്ടാക്കുക, ഇത് വല്യമ്മച്ചി ഉണ്ടാക്കിയാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ശരണ്യേച്ചി ഉണ്ടാക്കിയതാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പൊമ്മളമ്മ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് രസം വെക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കൊടുത്തുവിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ, അതായത് വല്യമ്മച്ചിയുടെ മോളുടെ കുട്ടിക്ക് സുഖമില്ല. അപ്പോൾ വല്യമ്മച്ചി അവിടെയായിരുന്നു. അതുകൊണ്ടിട്ട് അത് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നില്ല. അതേ കണ്ട, ഞാൻ പറഞ്ഞ കണക്ക് പെപ്സീൻ്റെ ബോർഡിൽ വന്നിട്ടുള്ളത് രസമാണ് കേട്ടോ. ഇത്രയും ഐറ്റംസ് കൊണ്ടുവന്നു. കാര്യം അവർക്ക് ലഗേജ് അധികം ഉണ്ടായിരുന്നില്ല, ഡ്രസ്സുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഐറ്റംസ് എല്ലാം നിങ്ങൾക്ക് പറ്റുന്നത്തോളം കൊണ്ടുവരാൻ പറഞ്ഞു. അവർ പറഞ്ഞു നിങ്ങൾക്ക് എത്രയുണ്ടോ കൊണ്ടുവന്നോളൂ, നമ്മൾ ഹാൻഡ് ബാഗിനുള്ളതേ കൊണ്ടുവരുന്നുള്ളൂ, ബാക്കിയൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, ഞാൻ ആവശ്യമുള്ള പെട്ടിയങ്ങ് പറഞ്ഞു കൊണ്ടുവന്നു. പിന്നെ ഈ പൊട്ടിക്കുന്നത് അച്ചാറാണെന്ന് തോന്നുന്നു. അച്ചാർ ലീക്കായിട്ടൊന്നും ഇല്ലായിരുന്നു, നല്ല രീതിക്ക് പാക്ക് ചെയ്തിട്ടായിരുന്നു കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഓൺലൈൻ ബുട്ടിക്ക് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഈ ആ കവർ കണ്ടോ, നമ്മൾ ഈ കൊറിയറൊക്കെ വരുന്ന ടൈപ്പിലുള്ള കവർ ഉണ്ടല്ലോ, അത് കുറേ മേടിച്ച് വെച്ചേക്കും. അതുകൊണ്ടിട്ട് ആരും UAE വരുമ്പോഴും ഈ എണ്ണയുള്ള ഐറ്റംസൊക്കെ ഇതിൻ്റെ അകത്താണ് ഞാൻ പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതാകുമ്പോൾ ലീക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എല്ലാം നല്ല വെൽ പാക്കിങ്ങിലാണ് അയച്ചിട്ടുണ്ടായിരുന്നത്. എന്നാലും ആ ഒരു സേഫ്റ്റി നോക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്രേഡിൽ പറഞ്ഞിട്ടുള്ള ക്രേഡിലിന് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ പെട്ടിക്കകത്തൊന്നും വെക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതെല്ലാം അച്ചാറാണ്. മീനച്ചാറുണ്ട്, ചിക്കനുണ്ട്, കണവയുണ്ട്, കൊഞ്ചുണ്ട്, കണവയില്ലെന്ന് തോന്നുന്നു, കൊഞ്ചുണ്ട്, കക്കയുണ്ട്, ബീഫുണ്ട്, മാങ്ങ, നാരങ്ങ, ഇത് വെളുത്തുള്ളി ഞാൻ പറഞ്ഞിടിച്ചതാണ്. ഇവിടെ അമ്മയ്ക്ക് അച്ചാറിടാൻ അറിയത്തില്ല, എനിക്ക് അച്ചാറിടാൻ അറിയാം. എന്നാലും എനിക്ക് ആരെങ്കിലും ഉണ്ടാക്കി തരുന്ന ഒരു ടേസ്റ്റ് കിട്ടില്ലല്ലോ, അതുകൊണ്ടിട്ടാണ് ഞാൻ വരുത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കാണുമ്പോൾ തന്നെ എനിക്കെന്തോ സന്തോഷം തോന്നുന്നുണ്ട്. കാര്യം എന്താണ് എന്നെനിക്ക് പറയാൻ അറിയത്തില്ല. ഞാൻ പറഞ്ഞാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് വരുമ്പോൾ പെട്ടിക്കകത്ത് എന്തൊക്കെയായിരിക്കും എന്നൊരു എക്സ്പെക്റ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ ഇതാരാടാ, കാശിനെ ആരാണ് കൊണ്ടുവന്നു? ആരോ കൊണ്ടുവന്നു. കാശിനെ ആനന്ദ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൊണ്ടുവന്നത് വേറെ ആരാണ്ട് കൊണ്ടുവന്നു. പിന്നെ അച്ചപ്പം ഉണ്ടായിരുന്നു, ചിപ്സ്. ഈ അച്ചപ്പം, ചിപ്സ്, മിക്സ്ചർ അതിനോടൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ ഗോകുന് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ചേട്ടന്മാരൊക്കെ ഉണ്ടാകുന്നുണ്ട്, അവരൊക്കെ കഴിച്ചോളും. ഇതിൻ്റെ അകത്ത് അങ്ങനെ ഇത് പ്രോട്ടീൻ പൗഡറാണ്. ഇത് എൻ്റെ അനിയൻ്റെ കൂട്ടുകാരന് വേണ്ടിയിട്ട് എൻ്റെ കുഞ്ഞമ്മയുടെ മോന് എങ്ങനെ ഇപ്പോൾ പറയുക, എൻ്റെ കുഞ്ഞമ്മയുടെ മോന് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് കുഞ്ഞമ്മ കുറച്ച് ഐറ്റംസ് ഈ ലഗേജിൻ്റെ കൂടെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ കൂട്ടുകാരന് കൊടുക്കാനുള്ളതാണ് ആ പ്രോട്ടീൻ പൗഡർ. പിന്നെ ഒരു കലണ്ടർ ഉണ്ടായിരുന്നു, 2 കലണ്ടർ ഉണ്ടായിരുന്നു. പിന്നെ ഇത് കലി മെഹന്തി എന്തോ ആണ് കേട്ടോ, കലി മെഹന്തി ആണെന്ന് തോന്നുന്നു. അതാണ് ആ ഒരു ചതുരത്തിലുള്ള പാക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നാട്ടിൽ നിന്ന് എന്തൊക്കെ ഇവിടെ എത്തിക്കാൻ പറ്റുമോ അതൊക്കെ എത്തിച്ചിട്ടുണ്ട്. ഇതേണക്ക് ആരെങ്കിലും വരുമ്പം ലഗേജ് ഇല്ല, നോർമലി ഇവിടെയൊക്കെ വിസിറ്റിനൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ലഗേജ് അധികം ഉണ്ടാവും. പക്ഷേ ഇവിടെ സ്ഥിരം നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ലഗേജൊക്കെ വെച്ചിട്ട് വരും. ഒരുപാടൊന്നും ഉണ്ടാവില്ല, എന്തായാലും ഒരു 10 കിലോ ഒക്കെ ബാലൻസ് ഉണ്ടാവും.
ഈ എന്നെപ്പോലെ എല്ലാം കൂടെ പറക്കി കൂട്ടി കൊണ്ടുവരികയാണെങ്കിൽ മാത്രമേ ഭയങ്കര വെയിറ്റ് ആവുള്ളൂ. ഗോകുൽ പോയോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരുന്നു എന്നുള്ള കാര്യം ഞാൻ മറന്നു. ഇതേ ആ ഉടുപ്പൊക്കെ എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ കാശിനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ദേവി വാങ്ങി തന്ന ഉടുപ്പാണ്. ആ പിങ്ക് കളറിൽ അവിടെ കിടന്നിട്ടുണ്ട്. എല്ലാം ഞാൻ അങ്ങനെ ഉടുപ്പ് ഞാൻ ഡ്രസ്സ് മേടിക്കുന്നെങ്കിൽ ഒന്നെങ്കിൽ മിന്ത്രയിൽ നിന്ന് മേടിക്കും. ഓൺലൈനാണ് കേട്ടോ കൂടുതലും മേടിക്കാറുള്ളത്. ഒന്നെങ്കിൽ മിന്ത്രയിൽ നിന്ന് മേടിക്കും. ഇത് മിന്ത്രയിൽ നിന്നാണ് കേട്ടോ അവൾ മേടിച്ചത്. നല്ല ഡ്രസ്സാണ് കേട്ടോ. അത് കാണാൻ നല്ല ഭംഗിയാണ്. ഇത്രയും വർഷമായിട്ടും അത് കയ്യിലിരിക്കുന്നെങ്കിൽ നിങ്ങൾ ആലോചിക്കണം അതിൻ്റെ ക്വാളിറ്റി. 3 വർഷത്തോളം ആവാറാവുന്നു. കാശിനെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോഴാണ്. കാശിക്ക് ഇപ്പോൾ 2.5 വയസ്സാവുന്നു. അപ്പം അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവുമല്ലോ. അതേ കണക്ക് നല്ല ഇടാനും ഒക്കെ നല്ല കംഫർട്ടാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയായിരുന്നു സത്യത്തിൽ ഞാൻ മറന്നു. രാവിലെ നടന്ന സംഭവമാണ്, പക്ഷേ ഞാൻ മറന്നു. മുളക് പൊടി ഇത് നമ്മൾ ഹോട്ടലിലേക്ക് വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. മേടിപ്പിച്ച് പൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നതാണ്. മുളക് പൊടി തന്നെ എനിക്ക് തോന്നുന്നൊരു മുളക് പൊടി മാത്രം ഉണ്ടെന്ന് തോന്നുന്നു 8 കിലോ. മല്ലിപ്പൊടി അത് കണക്ക് 8 കിലോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാശ്മീരി ചില്ലി ഉണ്ട്, അതുപോലെ തന്നെ നോർമൽ ചില്ലി പൗഡറും ഉണ്ട്, മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെയും മുളക് പൊടി കാര്യങ്ങളൊക്കെ കിട്ടുമെങ്കിലും നമുക്ക് ആ ഒരു ടേസ്റ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏതോ ഒരു വീഡിയോ ബിരിയാണീൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു ചേച്ചി കമൻറ്റ് ചെയ്തു, എന്തൊക്കെ പറഞ്ഞാലും അവിടുത്തെ ഫിഷിനൊന്നും ടേസ്റ്റ് ഉണ്ടാവും. ബിരിയാണീൻ്റെ അല്ല, മീൻ കറീൻ്റെ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഈ മീൻ കറിക്കൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല, അത് നിങ്ങളുടെ കുഴപ്പമല്ല, നമ്മുടെ ഈ അവിടുത്തെ മീനിന് ടേസ്റ്റ് ഇല്ലാത്തതാണ്. അതുപോലെ മിക്കവാറുള്ള ഐറ്റംസൊന്നും നമ്മുടെ ടേസ്റ്റ് നിബിൾസിനൊന്നും പിടിക്കുന്ന ടൈപ്പ് ഐറ്റംസ് ഒന്നും ആയിരിക്കില്ല കേട്ടോ ഇവിടെ ഉള്ളത്. ചിക്കനൊക്കെ ആയാലും ടേസ്റ്റ് ഉണ്ട്, എന്നാൽ നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. ഫിഷിനായാലും അത് കണക്കാണ്, എല്ലാ ഐറ്റംസും കിട്ടും. പക്ഷേ നമ്മുടെ നാട്ടിലെ ആ ഒരു ടേസ്റ്റ് എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടില്ല. ഫ്രഷ് മേടിച്ചാലും തന്നെ ഫ്രോസൺ മേടിച്ചാലും അത് തന്നെയാണ്. അടിക്കില്ല. അപ്പം നമ്മൾ നെക്സ്റ്റ് ബോക്സ് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ അകത്ത് ഇത് ചെറിയ പെട്ടിയാണ്. മറ്റേതൊരു 17 കിലോ ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് എത്ര കിലോ ഉണ്ടെന്ന് എനിക്കറിയാൻ വയ്യ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കണക്ക് എല്ലാം മറന്നുപോയി. എത്ര കിലോ ഉണ്ടായിരുന്നു, എന്തൊക്കെ ഐറ്റംസ് ആയിരുന്നു എന്നുള്ള കാര്യമൊക്കെ മറന്നുപോയി. പിന്നെയും ഞാൻ പറയുകയാണ്, ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. നമ്മുടെ നാട്ടിൽ പോകാൻ പറ്റിയില്ലെങ്കിലും നാട്ടിലുള്ള സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ ഡ്രസ്സൊക്കെ കിട്ടിയപ്പോൾ എന്തോ ഒരു വല്ലാത്ത സന്തോഷം. പിന്നെ അച്ചാറുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അച്ചാറെന്ന് പറയുന്ന ഐറ്റം. അച്ചാറുണ്ടെങ്കിൽ ഞാൻ പിന്നെ ചോറിന് വേറെ കറികളൊന്നും എടുത്തില്ലെങ്കിലും അത് മാത്രം കൂട്ടിയിട്ടായാലും ഞാൻ കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ചാർ. എനിക്ക് തോന്നുന്നു പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ എനിക്ക് പ്രഷർ കൂടിയിട്ടുണ്ടായിരുന്നത് ഈ അച്ചാർ കൂടിയിട്ടായിരുന്നു. അതുകൊണ്ട് അച്ചാർ നിർത്താൻ പറഞ്ഞിട്ട് പോലും ഞാൻ അച്ചാർ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അമ്മ മുളക് പൊടിയൊക്കെ എടുത്ത് മാറ്റി വെക്കുകയാണ്. നമുക്ക് വീട്ടിലേക്ക് അങ്ങനെ മുളക് പൊടിയുടെ ആവശ്യമില്ല. കാര്യം ഞങ്ങൾ വന്ന ടൈമിൽ കൊണ്ടുവന്നത് ഇപ്പോഴും ഇരിപ്പുണ്ട്. ഇതൊക്കെ ഹോട്ടലിലേക്ക് തന്നെ എത്തിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ശിവ ഇതെല്ലാം നോക്കി കിടക്കുകയാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ ഏതോ ഒരു ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് താലി പൂജിക്കാൻ കൊടുക്കണമെന്ന്. അതേണ്ട താലി പൂജിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് ശിവേൻ്റെ ഒരു പഴയ കുട്ടി വളയുണ്ട്. പിന്നെ വേറെ 2-3 ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ കാണിച്ചത് ശിവൻ്റെ കഴുത്തിൽ കിടക്കുന്ന മണീൻ്റെ മാല ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ താലി ഇടാൻ വേണ്ടിയിട്ട് ഞാനിത് മോഹിച്ച് പണിയിപ്പിച്ചാണ്. പക്ഷേ ഇതെനിക്ക് അങ്ങനെ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ആ ടൈമിലാണ് ഫിനാൻഷ്യലി കുറച്ച് പ്രോബ്ലംസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് പണയം വെച്ചാണ്. പിന്നെ ഇപ്പോഴാണ് ദൈവം സഹായിച്ച് എടുക്കാൻ പറ്റിയത്. ദൈവം സഹായിച്ചെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. ഇത് കാശീൻ്റെ അരഞ്ഞാണമാണ്. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണയത്തിലായിരുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ ലാസ്റ്റ് പണയം വെക്കുന്നത് എൻ്റെ താലിയായിരുന്നു. അത് എൻ്റെ ഒരു റിലേറ്റീവിന് കുറച്ച് പൈസ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത് പണയം വെച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പം അത് തിരിച്ചെടുത്തു. ഞാൻ ലാസ്റ്റ് വെച്ചത് ഇന്ന് ആദ്യം ഞാൻ തിരിച്ചെടുക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ വെച്ചിട്ടുള്ള ഓരോ ഐറ്റംസ് എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റണേ ഈശ്വര എന്നാണ്. കാര്യം എനിക്ക് തോന്നുന്നു ഈ ഫിനാൻഷ്യലി കുറച്ചല്ല അത്യാവശ്യത്തിനധികം പ്രോബ്ലംസൊക്കെ വന്ന ടൈമിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല, അത്യാവശ്യം നല്ല എമൗണ്ടിനുള്ള ഗോൾഡെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കല്യാണ ടൈമിൽ അത്യാവശ്യം ഗോൾഡ് ഉണ്ടായിരുന്നു. അതൊക്കെ പണയം വെക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഈ പണയത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഞങ്ങളുടെ അമ്മ എന്നോട് പറയും, നീ എന്തിനാണ് ഇതൊക്കെ വീഡിയോയിൽ പറയുന്നതെന്ന് ചോദിക്കാം. പക്ഷേ ഇതാണ് നമ്മൾ ഈ സന്തോഷമായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ അതെല്ലാം ഒരു ഹാപ്പിനെസ് എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ സന്തോഷം മാത്രം എപ്പോഴും ഷെയർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. പിന്നെ ഇത് ഞാൻ എപ്പോഴും നിങ്ങളോട് എല്ലാ കാര്യങ്ങളും പറയാറുള്ളതുകൊണ്ടിട്ട് പറഞ്ഞതാണ്. പിന്നെ ഇതെൻ്റെ സന്തോഷം കൂടിയിട്ടാണ്. ഇത് അറിയേണ്ടുന്ന കുറേ പേരുണ്ട്, അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ കാര്യം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ പിന്നെയും പറയുകയാണ്, ഇത് പറ്റിച്ചോ മോഷ്ടിച്ചോ എടുത്തോ ഒന്നും ഉണ്ടാക്കിയ പൈസ അല്ല, അധ്വാനിച്ചുണ്ടാക്കിയ പൈസ തന്നെയാണ്. സോ പ്രൗഡാണ് കേട്ടോ, പ്രൗഡാണ് എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. പിന്നെന്താണ് ഈ പെട്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുഞ്ഞമ്മയുടെ മോന് വേണ്ടിയിട്ട്
കൊടുത്തയച്ചത്. അത് ആ ഒരു പെട്ടി ഫുള്ളായിട്ട് അവനുള്ള ഐറ്റംസാണ്. അവൻ വന്ന് എടുക്കുമെന്ന് തോന്നുന്നു. അവൻ ഷാർജയിലാണ് വർക്ക് ചെയ്യുന്നത്. ഷാർജയിൽ എവിടെയാണ് അവൻ വർക്ക് ചെയ്യുന്നത്? സഫാരി മാളാണോ സഫീർ മാളാണോ അങ്ങനെ എന്തോ ഒരു മാളിലാണ് അവൻ വർക്ക് ചെയ്യുന്നത്. ഇവിടെ വന്നൊക്കെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ശിവനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ് അവൻ്റെ അടുത്ത് ലാസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവനും ബിസിയായി, ഞങ്ങളും ബിസിയായി. ഇനിയിപ്പം പോയി കൊണ്ടുവരണം. ഇത് എടുക്കാൻ വരുമായിരിക്കും അവൻ. പിന്നെ ഇതൊക്കെ എന്താണ് ഐറ്റം? സത്യത്തിൽ ഞാൻ മറന്നു കേട്ടോ. എന്തുവായിരുന്നു എന്തോ ഇത്. പൊട്ടിക്കുമ്പോൾ കാണിച്ചു തരാം അതെന്തുവാന്ന്. അതും മുളക് പൊടി തന്നെയാണ് കേട്ടോ. വെൽ പാക്ക് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു വട്ടം എന്തോ ഈ മുളക് പൊടി ഇതണക്ക് കൊണ്ടുവന്ന ടൈമിൽ മുളക് പൊടിയുടെ പാക്കറ്റ് പൊട്ടി. പാക്കറ്റിലാക്കിയാണ് കൊണ്ടുവന്നത്. പേപ്പറിൻ്റെ അകത്തൊക്കെ പൊതിഞ്ഞ് അങ്ങനെയൊക്കെയാണ് സേഫായിട്ട് കൊണ്ടുവന്നത്. പക്ഷേ പാക്കറ്റ് പൊട്ടി ഡ്രസ്സിൻ്റെ അകത്ത് എല്ലാം മുളക് പൊടി ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടിട്ടാണ്. പിന്നെ ഈ സോഫ്റ്റ് സെൻസിൻ്റെ ബോഡി ലോഷൻ്റെ സോഫ്റ്റ് സെൻസിൻ്റെ കുറച്ച് ഐറ്റംസ് മേടിച്ച് കൊടുത്തു. ഇവിടെ കിട്ടൂല, ആമസോണിൽ കിട്ടും. ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്ത് 10 ദിവസത്തെ ഡെലിവറി ടൈമും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ 10 ദിവസം 9ാമത്തെ ദിവസം ആയപ്പോഴത്തേനും അത് ക്യാൻസലായിപ്പോയി. എപ്പോൾ ഓർഡർ ചെയ്താലും അങ്ങനെ തന്നെയാണ് വരുന്നത്. അതുകൊണ്ടിട്ട് കുട്ടികൾക്കുള്ള ലോഷനൊക്കെ കൊണ്ടുവന്ന ലോഷൻ ഇപ്പം 5-6 മാസത്തോളം ആവുന്നു. ഈ കൊണ്ടുവന്ന ഐറ്റംസ് എല്ലാം ലോഷനെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് അവർക്കുള്ള ലോഷൻ വേണമെന്ന് ഞാൻ നേരത്തെ, ലോഷൻ മാത്രമല്ല ഇതിൻ്റെ തന്നെ പൗഡർ കാര്യങ്ങളൊക്കെ കാശിട്ട് ഒരു 5-ാം മാസം തൊട്ടിട്ട് ഈ ഒരു ബ്രാൻഡിനാണ് യൂസ് ചെയ്യുന്നത്. ശിവ ജനിച്ചപ്പോഴും ശിവയ്ക്ക് ഇത് തന്നെയായിരുന്നു യൂസ് ചെയ്തത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കണക്ക് ഇവിടെ വന്നപ്പോഴത്തേന് തീർന്നു പോയി. പിന്നെ മേടിക്കാൻ ഇവിടെ പറ്റിയില്ല. ഇവിടെ ഞാൻ പല കടകളിലും കയറി ഇറങ്ങി നോക്കി. പക്ഷേ സോഫ്റ്റ് സെൻസ് ഇവിടെ കിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ബ്രാൻഡാണെന്ന് തോന്നുന്നു. അതുകൊണ്ടിട്ടായിരിക്കണം. ആമസോണിൽ കിട്ടും. ആമസോണിൽ കിട്ടിയാലും നമ്മൾ ഓർഡർ ചെയ്ത് 9 ദിവസം ആകുമ്പോഴത്തേന് ഡെലിവറി ക്യാൻസൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഉണ്ടായിരുന്നത് അനിയനുള്ള ഐറ്റംസ് ആയിരുന്നു. പിന്നെ കുട്ടികൾക്കുള്ള ബ്ലാങ്കറ്റ് അങ്ങനെയുള്ളത്. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു ശിവയ്ക്കുള്ള കുറുക്കിൻ്റെ ഞാനിത് മേടിച്ച് കുറുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ മധുരക്കിഴങ്ങ് മേടിച്ച് ഉണക്കി പൊടിച്ച് അതാണ് കേട്ടോ കുറുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ അതിൻ്റെ ഒരു സീരീസ് പോലെ ചെയ്യാം കേട്ടോ. എന്തൊക്കെ ഐറ്റംസാണ് കുട്ടികൾക്ക് കുറുക്കായിട്ട് കൊടുക്കുന്നത്. കാശില സമയത്ത് എന്തൊക്കെയാണോ കൊടുത്തിരുന്നത് അത് തന്നെയാണ് ഇപ്പോൾ ശിവയ്ക്കും ഞാൻ കൊടുക്കുന്നത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഭയങ്കര സംഭവമായിട്ടൊന്നുമില്ല. എൻ്റെ ഒരു സന്തോഷം ഞാൻ എപ്പോഴും ഷെയർ ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ കണക്ക് എൻ്റെ ലൈഫിൽ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നത്. നമ്മൾ സോഷ്യൽ മീഡിയ ആണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ പോസിറ്റീവ് വശങ്ങൾ മാത്രം എല്ലാവരും അറിയണം എന്നുള്ളതാണ്. അത് കണ്ടിട്ട് അവർ അങ്ങനെയാണ് അവരിങ്ങനെയാണ് എന്ന് വിലയിരുത്തുന്നതാണ്. എനിക്കിപ്പോൾ അറിയാം എൻ്റെ ലൈഫിൽ നടക്കുന്ന പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. സോ മറ്റൊരാളുടെ വീഡിയോ കാണുമ്പോൾ ഞാൻ ചിന്തിക്കാം എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നില്ല. എല്ലാവർക്കും പോസിറ്റീവ് നെഗറ്റീവും ഒക്കെ ഉണ്ടാവാം. പോസിറ്റീവ് മാത്രമുള്ളവരുണ്ടായിരിക്കാം. പക്ഷേ എൻ്റെ ലൈഫ് ഇങ്ങനെയാണ് കേട്ടോ. ഒരു നോർമൽ ലൈഫ്. ഭയങ്കര റിച്ചും അല്ല, എന്നാൽ ഭയങ്കര ഒരുപാട് താഴ്ന്ന നിലയിൽ പോയിട്ട് ഞങ്ങൾ ഉയർന്നു വന്നത് 2 വട്ടം. 2ാമത്തെ വട്ടമാണിത് ഉയർന്ന് പറക്കുന്നത്. ഇതിങ്ങനെ തന്നെ ഇരിക്കണേ സർവേശ്വര എന്നേ പ്രാർത്ഥിക്കുള്ളൂ. ഞാനീ പറഞ്ഞ കണക്കെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടിട്ട് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കും. അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. ഞാൻ അതിൻ്റെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാലോ അത് നമ്മളിലേക്ക് തിരിച്ചു വരുമെന്ന്. സോ ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. പിന്നെ ഇത് ഞാൻ ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് പൊതിച്ചോറാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് വേറെ അധികം കറികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ചമ്മന്തി മാത്രമാണ് പൊതിച്ചോറിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അച്ചാറെല്ലാം ഉണ്ട്. അത് കൂട്ടി കഴിയും. പിന്നെ എനിക്ക് കറികൾ വേണമെന്ന് ഞാൻ ചേച്ചീനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനീ പറഞ്ഞ കണക്ക് ചേച്ചി കാശി ഇങ്ങ് വാ വണ്ടി ഇങ്ങ് വാ. ചേച്ചി 2 പേരെ ഇട്ടിട്ട് ഇതെല്ലാം കൂടെ ചെയ്യുന്ന കാര്യം കുറച്ച് കഷ്ടമായിരിക്കും. അതുകൊണ്ടിട്ടാണ്. പിന്നെ ഇത് നല്ല മാങ്ങാച്ചാർ. സ്പെഷ്യൽ താങ്ക്സ് ടു ചേച്ചി. ഈ മാങ്ങാച്ചാർ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. മാങ്ങാച്ചാർ ഗോകുൽ എന്നോട് വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൊണ്ടുവന്ന് കടയിൽ വെക്കണം, എല്ലാവർക്കും കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. സത്യത്തിൽ എല്ലാം 1/2 കിലോ വെച്ചിട്ടേ ഉള്ളൂ. അപ്പം ഷോപ്പിലേക്ക് വെക്കാനും വേണ്ടിയിട്ടില്ല. ഇനിയിപ്പം വീട്ടിൽ നിന്ന് നമ്മുടെ വല്യമ്മച്ചിയൊക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാക്കിക്കണം അവരെ കൊണ്ടിട്ട്.